അച്ഛാ ദേ ചായ. ദിലീപിൻ്റെ കേസ് എന്തായി അച്ഛാ? പോലീസ് ഇല്ലാ കഥകൾ മെനയുന്നു. ദിലീപ് സുപ്രീം കോടതിയിൽ ഒരു ഷീറ്റ് എനിക്ക് തരാം. അച്ഛന് വായിച്ചു. ഇന്ന് കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അച്ഛൻ ആ അങ്ങാടി പോയിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തരണേ. കിലോ ചന്ദനത്തടി നോക്കി. ഇവിടെ പൈസ ഇവിടെ എത്ര 9 മാസമായി ഇവിടെ പലിശ പോലും അടക്കണില്ല, മുതലിൽക്കും വരുന്നില്ല. ആധാരം നമ്മളെ കയ്യിലുള്ളത് അറിയില്ല എനിക്ക്. അതൊന്നും തരില്ല. അതൊക്കെ ആ ഡേറ്റ് ഒക്കെ ഏകദേശം തീരാനായിരിക്കും. പൈസ തന്നില്ലെങ്കിൽ അത് മേടിക്കാൻ അറിയുകയും ചെയ്യാൻ എനിക്ക്. എന്ത് കൊടുക്കാന്ന്? എന്ത് ചേട്ടാ? ഒരു ചേട്ടല്ല. ഞങ്ങളൊരു കുറി വെച്ചത് ഇപ്പൊ കിട്ടാറായിട്ടുണ്ട്. അതൊന്ന് കിട്ടിയാലും അത് കിട്ടുന്നുണ്ടാവില്ല. ഇതൊക്കെ നുണ പറയുന്നത് നിങ്ങള്. പൈസ മേടിക്കുമ്പോ ഇങ്ങനൊന്നും കണ്ടില്ലല്ലോ സ്വഭാവങ്ങളെ. പെട്ടെന്നല്ല അച്ഛന് പാല കൊൽപ്പിച്ചിട്ടാണല്ലോ, കരഞ്ഞു പിടിച്ചിട്ടാണല്ലോ പൈസ തന്നത്. 1-2 റുപ്യല്ല, 3 ലക്ഷം റുപ്യാണ് നിങ്ങൾ മേടിച്ചിട്ടുള്ളത്. മുതലിലേക്ക് ആകെ 20,000 റുപ്യ വന്നിട്ടുള്ളൂ. ബാക്കി പലിശ അടക്കം ഒരു സംഖ്യ ഉണ്ട് ഇതില്. അതിന്റെ കണക്ക് കാണാം. അപ്പുറത്തും ഇപ്പുറത്തൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഒറ്റട്ടാലിനെ പൈസ ഇട്ടുള്ളൂ. എല്ലാരും അറിയട്ടെ. പൈസ പലിശക്ക് തന്നിട്ടുണ്ടെങ്കിൽ പലിശ കറക്റ്റായിട്ട് തരണം. എല്ലാരും തരണുണ്ടല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താ തരാത്തത്? നിങ്ങൾ ഓരോ അടവ് പറഞ്ഞിട്ട് അച്ഛനും മോളും എന്റെ ജോലിക്കാര് ശരിയാവുന്നേ ഉള്ളൂ ചേട്ടാ. അതുകൊണ്ടാ ഇപ്പൊ ചേട്ടന് ബഹളം ഉണ്ടാക്കല്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളിവിടെ താമസിക്കുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടമില്ല. ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കാം. പൈസ തന്നെ പറ്റും. ഇവിടെ എല്ലാരും 30-ാം തീയതിക്കുള്ളിൽ എന്തായാലും എത്ര 30-ാം തീയതി കഴിഞ്ഞ് എത്ര മാസമായി? ഉറക്കം വെച്ചിട്ടാ എല്ലാരും കൂടി വരും. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ബുദ്ധിമുട്ടാവും താമസിക്കാൻ. ആ 4 സെന്റ് എന്തായാലും മുക്കും ഞങ്ങള്. ബാക്കി പൈസ ഉള്ളതാണ് തരും. വാടക അച്ഛനും മോളും വാടക കോട്ടേഴ്സിൽ എവിടെ വേണേലും പോയിക്കോളും. ചേട്ടാ ഇങ്ങനെ ദുഷ്ടം പറയല്ലേ. ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ 10 ദിവസം കൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എത്ര ഡേറ്റ് പറഞ്ഞു നിങ്ങള്? പഞ്ചായത്ത് മെമ്പർ അടക്കം കൊടുത്തിട്ട് സംസാരിപ്പിച്ചില്ല. എത്ര മാസമായി? ഡേറ്റ് വീണ്ടും തെറ്റിച്ചില്ലേ? ഞാൻ പറഞ്ഞല്ലോ എന്റെ ജോലിയുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ളൂ. എപ്പോ ശരിയാവും? അച്ഛനാണെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടാവുകയും ചെയ്തു. അതുകൊണ്ടാ ഞങ്ങൾ ആദ്യമൊക്കെ വളരെ കൃത്യമായിട്ട് കാശ് തന്നതല്ലേ. ആകെ 20,000 റുപ്യ അടച്ചിട്ടുള്ളൂ. എന്റെ ജോലി ഒന്ന് ശരിയായിക്കോട്ടെ. പെട്ടെന്നുള്ള അച്ഛനും വയ്യാണ്ടാവലും എല്ലാം കൂടിയായിട്ട് എങ്ങനെ ആയത്? ഞങ്ങൾ തന്നോളാം. നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടില്ലേ? മുതലാക്കാൻ അറിയാണ്ടോന്നല്ല, പലിശക്ക് തന്നിട്ട് എനിക്ക് മുതലാക്കാനും അറിയാം. നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, കാശ് തന്നാ തീരും. താൻ ആവശ്യമില്ലാത്ത വർത്തനോട് പറയരുത് കേട്ടോ. കാശ് ഞാൻ തന്നാ തീരും. എന്ന് തന്നാ തീരുന്ന് അതിക്ക് മുതലാക്കാൻ അറിയാം. പുറത്ത് കാണുന്ന പെണ്ണുങ്ങളെ പോലെ എന്റെ അടുത്ത് വരണ്ട കേട്ടോ. തനിക്ക് കാശ് ഞാൻ ഇത്രയും ദിവസം ഒരു മുടങ്ങാട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ അച്ഛനും വയ്യാത്തോണ്ടാ തരാത്തത്. അത് തരാൻ എനിക്കറിയാം. വീട്ടിൽ കയറി വന്ന അനാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കാശ് തന്നിരുത്തോളാം. 3 മാസം കൊണ്ട് പറ്റൂല, 10 ദിവസം കൊണ്ട് തരണം. എന്നെ കൊണ്ട് കൂട്ടിയ കൂടുതൽ ചേട്ടാ. ഞാൻ എനിക്കറിയാലോ, ആലോചിച്ചാ മതി. ഈ വിളിക്കുന്ന നമ്പറിൽ നിങ്ങളെന്താ ഉദ്ദേശിച്ചത് അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. അതിക്ക് മുതലാക്കാൻ അറിയാം. എന്ത് തീരുന്ന് ഈ വിളിച്ചാ മതി. നമ്പറുണ്ടല്ലോ. അതെ, ദേവി എന്നല്ലേ നിങ്ങളുടെ ഭാര്യയുടെ പേര് അല്ലേ? ഞാൻ വിളിച്ചോളാം. എന്റെ കൂടെ 1 മുതൽ +2 വരെ പഠിച്ചിട്ടുള്ളതാ ദേവി. അവളെ വീടിന്റെ അടുത്തായിരുന്നു എന്റെ വീട് ആദ്യം. ഞാൻ എന്തായാലും അവളെ വിളിച്ചോളാം. വിളിക്കാൻ മാത്രല്ല, താനിപ്പ എന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് ഇവിടെ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു. പൈസ തന്നതിലും കുഴപ്പമില്ല. നിങ്ങൾ എന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് ഓള് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം. ഓള് ആങ്ങളാരൊക്കെ ഭയങ്കര സ്വത്തൊക്കെ പ്രശ്നമായിട്ട് നിൽക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറയാൻ പാടില്ല. അത് ഞാൻ സോറി പറഞ്ഞല്ലോ. എന്റെ 5 മാസത്തിനൊന്നും ഉണ്ടാവില്ല, 10 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അവളെ വിളിച്ച് ഫുള്ള് ഡീറ്റെയിൽ പറയും. പറ്റില്ല ചേട്ടാ, അവളെ വിളിച്ച എന്തായാലും ഞാൻ ഇതൊക്കെ പറയും. അവളുടെ ഏട്ടൻ എങ്ങനെയാണെന്ന് അറിയണല്ലോ. എന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇത്രയും മോശമാക്കിട്ട് പറഞ്ഞു. പറഞ്ഞു പോയതാണ്. പിന്നെ ആധാരം ഞാൻ തരാം.
ഉണ്ടാവില്ല. എന്താ എനിക്കറിയില്ല, ഞാൻ ദേവിനെ വിളിച്ചോളാം. ഞാനിനി ദേവിനെ മാത്രമേ വിളിക്കുള്ളൂ. താനേ ആ CCTV കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? താൻ പറഞ്ഞതല്ല അവിടെ റെക്കോർഡാ. പേടിക്കണ്ട, ബാക്കി ഞാൻ വിളിച്ച് പറയുകയും ചെയ്തോളാം. ഇല്ല, അത് മാത്രല്ല 1 ലക്ഷം രൂപ അതിന്റെ കൂടെ വെക്കുകയും ചെയ്യും. ആധാരവും 1 ലക്ഷം 1 മണിക്കൂറിനുള്ളിൽ എത്തിച്ചു. അച്ഛൻ വാച്ച എവിടെ പലിശക്ക് കൊടുത്താലും തന്നെ എവിടെ നോക്കിയാലും ക്യാമറയിലെ കാരണം നമ്മളെ കാര്യമൊക്കെ അപകടത്തിലാണ്, ഒക്കെ നഷ്ടത്തിലാണ് പോണത്.